സെൻസെക്സിന്റെ മൂവ്മെന്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ പ്രോഫിറ്റ് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സെൻസെക്സിനെ ട്രാക്ക് ചെയ്തതെന്നും അത് എന്ത് അനാലിസിസ് വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്തതെന്നും അത് കഴിഞ്ഞിട്ട് സെൻസെക്സ് തന്നിരിക്കുന്ന മൂവ്മെന്റ് എങ്ങനെയാണെന്നും ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ത്രൂ ഷെയർ ചെയ്യാം. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി ടോപ്പിക്സിലേക്ക് പോകാം. സെൻസെക്സ് ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര വോളറ്റൈലായിരുന്നു. 771 പോയിന്റ്സിന്റെ മൂവ്മെന്റ് രാവിലെ തന്നെ തന്നത്. ഏകദേശം 1% സെൻസെക്സ് നീങ്ങിയത്. നിങ്ങൾ ഈ ലെവൽ കണ്ടോ, 78,000. ഇത് ഇന്ന് സെൻസെക്സ് ബ്രേക്ക് ചെയ്താൽ മേളിലോട്ട് ഭയങ്കര ഹ്യൂജ് മൂവ്മെന്റിനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇനി എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് കാണണ്ടേ? ഇതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് നമുക്ക് സെൻസെക്സിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചതെന്ന്? ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, അതിനുശേഷം മാർക്കറ്റ് കംപ്ലീറ്റ്ലി മേളിലോട്ട് പോയി. ഇത് ഒറിജിനൽ ആയിരുന്നു. എനിക്ക് റിയലായിട്ട് സെൻസെക്സിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ ടെലിഗ്രാം ചാനലിലുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ ഇന്ന് പർട്ടിക്കുലർലി ലോസിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത സ്ക്രീൻഷോട്ടായിരുന്നു. പ്രീമിയം മൂവ്മെൻറ്റ്സ് കാണിക്കാനായിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തത്. ഇനി ഞാൻ ഷൂട്ട് ചെയ്ത ഒറിജിനൽ വീഡിയോ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെൻസെക്സ് ഇന്ന് ഭയങ്കര വോളറ്റൈലായിരുന്നു. ഏകദേശം 771 പോയിന്റ്സ് ഓൾറെഡി സെൻസെക്സ് നീങ്ങിക്കഴിഞ്ഞു. 1% അടുത്തായിരുന്നു മൂവ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്ട്രൈക്ക് കണ്ടോ, 78,000. അതിന്റെ പ്രീമിയം ബിഹേവിയർ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. എങ്ങനെയാണ് 78,000 പ്രീമിയം ബിഹേവിയർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് അതിൻ്റെ 5 മിനിറ്റ് ചാർട്ടായിരുന്നു. 21 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 370 ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം 347 പോയിന്റ് മൂവ്മെന്റ്. 10 ലോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ക്യാപിറ്റലിന്റെ 4% വരെ ലോസ് ആവാനായിട്ടുള്ള നല്ലപോലെ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ആയിരുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ച് പോയേനെ. ഞാൻ ചെയ്ത എഡിറ്റിങ്ങിൽ പോലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിശ്വസിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിജയമാണ്. പക്ഷേ നല്ലപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത്ര എളുപ്പമല്ല. പക്ഷേ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും കാണിച്ച് അവർ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്തൊന്നും നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്തൊന്നും കാണിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യണതിനേക്കാളും എത്രയോ എളുപ്പമാണ് ഇതേപോലത്തെ ഒരു വീഡിയോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ പേഴ്സണലി ട്രേഡ് എടുത്ത് എനിക്ക് ലോസ് ആയിരുന്നു. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ബയോയിലുണ്ടാവും. ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ ഇതേപോലെയുള്ള ഫേക്ക് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് അതാണ് സത്യം, അങ്ങനെയാണ് മാർക്കറ്റ് എന്ന് കരുതി ഒരിക്കലും മാർക്കറ്റിനെ നമ്മൾ കണ്ണുമടച്ച് ഫോളോ ചെയ്യാതിരിക്കുക. കാര്യം ഭയങ്കര മിസ്ലീഡിങ് ആയിരിക്കും. അവിടെ കോഴ്സസോ കാര്യങ്ങളോ എല്ലാം നമ്മൾ പോയി പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമെല്ലാം വരും. സോ അതേപോലത്തെ ആളുകളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ എങ്ങനെ വിശ്വസിക്കാം? മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാൾക്കോ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാർക്കറ്റിനെ നമുക്ക് കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന്. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഒരാൾ നല്ല ട്രേഡറാണ് അല്ലേ എന്നുള്ളത്? ഒട്ടുമിക്ക എല്ലാ ബ്രോക്കേഴ്സും ഇപ്പോൾ വെരിഫൈഡ് PNL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് അവരുടെ വെരിഫൈഡ് PNL കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ആൾക്കാർ അവരുടെ വെരിഫൈഡ് PNL കാണിക്കാത്തത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ട്രേഡേഴ്സ് അവരുടെ വെരിഫൈഡ് PNL കാണിക്കാനായിട്ട് ഒരു മടിയും കാണിക്കത്തില്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാ ദിവസവും സ്വന്തമായിട്ട് വെരിഫൈഡ് PNL ഷെയർ ചെയ്യുന്ന IT ജഗൻ സാറ് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്വിറ്ററിലായാലും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിലായാലും എല്ലാ ദിവസവും ആളുടെ വെരിഫൈഡ് PNL ഷെയർ ചെയ്തിട്ടേ സംസാരിക്കും. അതുകൊണ്ടാണ് ആളെ ഇത്രയും പേര് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഒരു നല്ല ട്രേഡറായിട്ട് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഈസി മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇല്ല. വളരെ കഷ്ടപ്പെട്ട് മാത്രമാണ് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു സംഗതിയുണ്ട്, അത് സ്ക്രീൻഷോട്ടുകൾ കാണിക്കുക എന്നുള്ളതാണ്. സ്ക്രീൻഷോട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മൊബൈൽ ഫോണിൽ അവർ കാണിക്കുന്ന PNLകളാണ്. 1 ലക്ഷം, 1.5 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 1 കോടി രൂപ വരെയൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അവർ കാണിക്കുന്നത് അവരുടെ മൊബൈൽ ഫോണുകളിൽ കൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കംപ്ലീറ്റ്ലി ഫേക്കാണ്. അവർ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് ട്രേഡ് ചെയ്യുന്നു. ഫ്രണ്ടിൽ ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട്. അവിടെ PNL നോക്കാനായിട്ടെന്ന രൂപേണയാണ് അവർ
ഫോൺ അവിടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിനുശേഷം അതിലോട്ട് നോക്കുന്നു, സിസ്റ്റത്തിലെ കുറേ ചാർട്ട്സും കാര്യങ്ങളും കാണിക്കുന്നു, എന്തൊക്കെ അനാലിസിസ് ഒക്കെ കാണിച്ചു തന്നിട്ട് ഫോൺ സ്ക്രോൾ ചെയ്ത് ഒന്ന് ലോഡ് ചെയ്ത് കാണിക്കുന്നു. 1.5 ലക്ഷം രൂപ പ്രോഫിറ്റ്, 10 ലക്ഷം രൂപ പ്രോഫിറ്റ്. ഈസി ആയിരുന്നു. നേരത്തെ കണ്ട വീഡിയോ പോലെ തന്നെയാണ്, അതും വളരെ ഈസിയാണ്. ഇന്നത്തെ കാലത്ത് ക്ലോൺ ആപ്പുകൾ കിട്ടും. സെറോദയുടെയും ഫയേഴ്സിൻ്റെയും അപ്സ്റ്റോക്സിനെല്ലാം ക്ലോൺ ആപ്പുകൾ. ഇതിനകത്ത് ഏത് ആപ്പ് വേണമെങ്കിലും വെറും 3000 രൂപ കൊടുത്താൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അന്നത്തെ ഏത് പൊസിഷൻ വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളുടെ സ്ക്രീനിൽ അതേപോലെ ഏത് പൊസിഷൻ എത്ര രൂപയ്ക്ക് എൻ്റർ ചെയ്ത് എത്ര രൂപയാണ് ലോസ്, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന രീതിയിൽ ക്ലോൺ ആപ്പിൽ കൃത്യം നമ്മളുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെ കാണിക്കുന്നു ആ രീതിയിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ ഫോണിൽ കാണിക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വെബ്സൈറ്റിൽ അത് കാണിക്കാത്തത്? വെബ്സൈറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്, പക്ഷേ വെബ്സൈറ്റ് കുറച്ചും കൂടി ജെന്യുവിനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോട്ടെ, അവരെന്താ അവരുടെ വെരിഫൈഡ് P&L കാണിക്കാത്തത്? ഒരാളൊരു വീഡിയോ ചെയ്യുമ്പോഴോ ആളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുമ്പോഴോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെയാണ്. ഹെവി റിസ്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ട്രേഡേഴ്സിൽ 93% പേരും കാശ് കളയുവാണ്. ബാക്കി 5%, ഈ ബാക്കി 7%-ൽ 5% ആൾക്കാർക്ക് FD റിട്ടേൺ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. അത് കണ്ടിട്ടേ നമ്മളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കാവൂ. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു. നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളൊരു ചേട്ടനാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. ആളെന്നോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, ആളൊരു വർക്കിംഗ് ക്ലാസ് എംപ്ലോയി ആണ്. സോ എല്ലാ സമയവും ഞാനിപ്പോൾ ഇരിക്കുന്നത് പോലെ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് ട്രേഡ്സോ കാര്യങ്ങളോ നോക്കാനോ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. ആൾക്ക് എന്തെങ്കിലും രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. വളരെയധികം പോസിബിളാണ്, പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയിലോ ഞാൻ ചെയ്യുന്ന രീതികൾ വെച്ചിട്ട് എനിക്കത് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല. ഞാൻ എൻ്റെ പ്രൊപ്രൈറ്ററി അക്കൗണ്ടിൽ ലോങ് ടേം ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അവിടെ ഇൻട്രാഡേ ചെയ്യാറേ ഇല്ല. എപ്പോഴും കുറച്ച് ലോങ് ടേം ആയിട്ട് ഓപ്ഷൻസ് അവിടെ ട്രേഡ് ചെയ്തോളൂ. വർക്കിംഗ് ക്ലാസ്സിന് വളരെ ഈസി ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സ് ആണ്. കുറച്ച് ബേസിക്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ ട്രേഡിങ്ങിൻ്റെ ഭാഗമാകാമെന്ന് നോക്കുന്ന ചെറിയൊരു പീസ് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ നമുക്ക് നടത്താം. ആ സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കും, എന്ത് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും. അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ടെലിഗ്രാം ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ആ ട്രേഡ് ഐഡീസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടാണ് കോമൺ ആയിട്ട് ആൻസർ തരാമല്ലോ എന്ന് കരുതിയത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെൻസിബിളി ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റബിളായി മാറാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. So guys, see you next time with yet another video. Bye.